ചരിത്ര പര്യടനം പൂർത്തിയാക്കി കൊച്ചിയിൽ എത്തിച്ചേർന്ന INS സുവേനയ്ക്ക് വൻ സ്വീകരണം. ദക്ഷിണ നാവികസേന ആസ്ഥാനത്ത് നാവികസേന മേധാവി സമീർ സക്സേനയുടെ നേതൃത്വത്തിൽ പ്രൗഢഗംഭീര സ്വീകരണമാണ് ഒരുക്കിയത്. 49 ദിവസം നീണ്ടുനിന്ന സമുദ്ര പര്യടനം പൂർത്തിയാക്കി ദക്ഷിണ നാവിക ആസ്ഥാനത്തേക്കെത്തിയ INS സുനൈനയെ ഇന്ത്യൻ നേവിയുടെ 2 ഇന്റർസെപ്റ്റുകളുടെ അകമ്പടിയിൽ വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. ഏപ്രിൽ 2-ന് മുംബൈയിൽ നിന്നാണ് INS സുനൈന പര്യടനം തുടങ്ങിയത്. മാൽദീവ്സ്, തായ്ലൻഡ്, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, മ്യാൻമർ, ബംഗ്ലാദേശ്, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചുറ്റിയാണ് കൊച്ചിയിൽ എത്തിച്ചേർന്നത്. ഇന്ത്യൻ നാവികർക്ക് പുറമെ 16 സൌഹൃദ രാജ്യങ്ങളിൽ നിന്നുള്ള നാവികർ ഉൾപ്പെടെ 38 നാവികരുടെ സംഘമാണ് കപ്പലിലുണ്ടായിരുന്നത്. ഈ കാലയളവിലും പര്യടനത്തിന് മുൻപുമായി സംഘങ്ങൾ വിവിധ പരിശീലന പരിപാടികളിലും പങ്കെടുത്തു. ദക്ഷിണ നാവികസേന മേധാവി സമീർ സക്സേന പര്യടനം പൂർത്തിയാക്കിയ നാവികരെ അഭിനന്ദിച്ചു. മുതിർന്ന ഉദ്യോഗസ്ഥരും സംഘങ്ങളുടെ കുടുംബാംഗങ്ങളും നാവികരെ സ്വീകരിക്കാനെത്തിയിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷയും സമുദ്ര സഹകരണവും ലക്ഷ്യമിട്ട് ഇന്ത്യൻ നാവികസേന നടപ്പാക്കുന്ന IOS സാഗർ പദ്ധതിയുടെ ഭാഗമായാണ് INS സുനൈന എന്ന കപ്പൽ പര്യടനം നടത്തിയത്. ഇന്ത്യയുടെ പ്രധാന ബഹുരാഷ്ട്ര സമുദ്ര സഹകരണ പദ്ധതിയുടെ 2ാം പതിപ്പാണ് IOS സാഗർ 2026. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ പ്രാദേശിക പങ്കാളിത്തങ്ങളെ ശക്തിപ്പെടുത്തുകയും സമുദ്രശേഷി വികസനം മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സെക്യൂരിറ്റി ആൻഡ് ഗ്രോത്ത് ഫോർ ഓൾ ഇൻ ദ റീജിയൻ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സാഗർ ദൌത്യം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 കൊച്ചി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.